ഹലോ നമസ്കാരം. ചാനൽ വീഡിയോ ഏറ്റവും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ശരിക്കും കോട്ടയത്ത് നിന്ന് വൈക്കം പോകുന്ന റൂട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കണം എന്ന് കരുതി വന്ന് നിന്നത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കണ്ടു. നമ്മൾ ശരിക്കും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സിംഹത്തിൻ്റെ മടയിലേക്ക് ഇടിച്ച് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കള്ളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളും അതുപോലെ ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. നമസ്കാരം, വിഷ്ണുവാലിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷെഫ് നളൻ്റെ കള്ള് ഷാപ്പിലാണ്. ഇവിടുത്തെ ഫുഡിനെ പറ്റി എന്ന് പറയുന്നത് വളരെ നല്ല അഭിപ്രായമാണ്. പൊതുവെ അത്യാവശ്യം സെലിബ്രിറ്റീസൊക്കെ വന്ന് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന വീഡിയോകളും അതുപോലെ തന്നെ ഒക്കെ ഷെഫ് നളൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതാണോ, എത്രത്തിലാണ് ഇവിടുത്തെ ഫുഡ്, അതുപോലെ എത്രത്തോളം ക്വാളിറ്റിയുള്ള കള്ളാണ് എന്നൊക്കെ അറിയുമ്പോൾ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ ഈ ഇട സൈഡിൽ കാണുന്ന ഹട്ടുകളിലേക്ക് വർക്ക് പുരോഗമിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ ഇരിക്കാനുള്ള സംവിധാനമായി വരുന്നതേ ഉള്ളൂ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ കള്ള് ഷാപ്പിൻ്റെ മുൻഭാഗം. നമ്മൾ ഇതുവഴി അകത്തോട്ട് കയറി വണ്ടി പാർക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കയറി ഷെഫ് നളൻ്റെ കള്ള് ഷാപ്പിൻ്റെ അകത്തുള്ള ഒരു ആംബിയൻസാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 കെട്ട് സമയത്താണ് വന്ന് കയറി. ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് വന്ന് കയറിയത്. ഇവിടെ സ്റ്റെയർ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുകളിലും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ കയറുമ്പോൾ തന്നെ നിരവധി സെലിബ്രിറ്റീസുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ പത്ര കട്ടിങ്സും ഒക്കെ ഇവിടെ ഫ്രെയിം ചെയ്തൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഒരു ആംബിയൻസാണ്. ഒരു പഴമയെ നമ്മൾ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ആംബിയൻസാണ്. ഈ കാണുന്ന ഓപ്പൺ റോഡിലേക്കുള്ള ഓപ്പൺ സ്പേസിൽ എന്തെങ്കിലും ബാമ്പോ കർട്ടനോ എന്തെങ്കിലും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രൈവസി കിട്ടിയാനേ എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിനിലയിൽ സെൻട്രലൈസ്ഡ് AC ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി മുകളിലിരിക്കേണ്ട താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ താഴെ വന്നിരിക്കുകയാണ്. ശരിക്കും മറ്റുള്ള ഹോട്ടലുകളെയും ഷാപ്പുകളൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഴുവൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ. കാര്യം ഒരു കറിവേപ്പില പോലും ഇവിടെ തറയിലോ ടേബിളിലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരിവിടെ കീപ്പ് ചെയ്ത് പോകുന്നത്. കണ്ട ബിൽഡിങ്ങിനകം ഉൾഭാഗമാണ്. അവിടെയെല്ലാം ഇതിനകത്ത് തന്നെ ഈ ഓല വെച്ച് സെപ്പറേറ്റ് ചെയ്ത ചെറിയ ക്യാബിൻ പോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ചൂടുള്ള കൊണ്ട് തന്നു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഒരുപാടൊന്നും വലിച്ചോരി കഴിക്കാനുള്ളൊരു താല്പര്യമില്ല. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവിടെ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാ ക്യാബിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു പഴമയെ നമ്മൾ അനുസ്മരിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ്. എന്തായാലും നമുക്കൊരു 15 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നത് കപ്പ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 2 തരം ചമ്മന്തി നമുക്ക് കാണാം. ശരിക്കും ഈ കപ്പ കഴിക്കാനെ കൊണ്ട് ഈ ചമ്മന്തി തന്നെ ധാരാളം. കാര്യം ഒരു പഴയ രുചിയിലേക്കാണ് നമ്മൾ ഇതെല്ലാം കൊണ്ട് പോകുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളതിൻ്റെ കൂടെ പറഞ്ഞത് ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ഒരു പോർക്ക് ഫ്രൈയുമാണ് പറഞ്ഞത്. അതൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. ഒരുപാട് പൈസയും ആകത്തില്ല കേട്ടോ. ഒരു 180 രൂപ എന്തോ ആണ് ചാർജ് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കഴിക്കാനുള്ള ഒരു ഇത് തുടങ്ങിയാണ്. കാര്യം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മൾ കപ്പയും ബീഫും പോർക്ക് ഒക്കെ ചേർത്ത് ഒരു പിടി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പാനീയം കൂടെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഷാപ്പിൽ ചെല്ലുമ്പോൾ ആദ്യമേ അതാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇത് ഇവിടെ വ്യത്യസ്തമായി ഇതിൻ്റെ കൂടെ തന്നെയാണ് അതും കൊണ്ടുവന്നത്. പിന്നെ മീൻകറി എൻ്റെ കൂടെ, നമ്മൾ ഫ്രൈ ഐറ്റംസ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ മീൻകറി കുറച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും കേരളത്തിൻ്റെ ദേശീയ പാനീയം വന്നിരിക്കുന്നു. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഉള്ള ഒരു ശബ്ദം തന്നെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലാണ്. പിന്നെ ഈ കള്ള് നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. കാര്യം ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പതഞ്ഞ് വരുന്നുണ്ട്. ഈ കലക്ക് കള്ളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ പത വരില്ല. ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല കള്ളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനെന്തായാലും പോർക്കും കപ്പയും ചമ്മന്തിയും ഈ മീൻ കറിയൊക്കെ ഒഴിച്ചൊന്ന് ട്രൈ ചെയ്യുകയാണ്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. ഒരു പഴയ നമ്മുടെ ഈ അമ്മാമ്മമാരൊക്കെ വെച്ചിരുന്ന കറിയുടെ ഒരു രുചി, അതുപോലെ തന്നെ പോർക്കിൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും ഒക്കെ ആ ഒരു രുചിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടത്. അത് വേറെ വലിയ മാജിക്കുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു നളപാചകം എന്താണ്, അതാണ് ഇവിടെ നിന്ന് നമുക്കുണ്ടായ ഫീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കള്ളും നല്ല കള്ള് ചെത്തുകൾ തന്നെയാണ്. മറ്റേ കലക്കോ പേസ്റ്റ് കലക്കോ ഒന്നും അല്ലെന്ന് തോന്നുന്നു. അത്രത്തോളം രുചികരമാണ്, മധുരക്കള്ളാണ്. എന്തായാലും ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അത്രയും വാങ്ങിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കടല ഓർഡർ ചെയ്തത് ഒരു 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ ഒക്കെ മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കഴിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എന്തായാലും ബാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടായില്ല. കാര്യം ഇതുപോലെ നല്ല കള്ള് വളരെ അപൂർവമായിട്ടൊക്കെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ആ 1 ലിറ്റർ അവിടെ ഇരുന്ന് തന്നെ ഫിനിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി.
എന്തായാലും ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് കഴിച്ചു ഫുഡും കള്ളും. ഇടയ്ക്ക് അതൊരു മന്ത്രി പറയുന്നത് കേട്ടിരുന്നു, ഏറ്റവും പോഷകാഹാരമടങ്ങിയ ഒരു വസ്തുവാണ് കള്ളെന്ന്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ അത് പറഞ്ഞിട്ട് പോയാൽ മതി. നമ്മളിതുപോലെ വന്നിരുന്ന വീഡിയോ ഒക്കെ കണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസുകാർ നമുക്കെതിരെ കേസെടുക്കും. അതുകൊണ്ട് എന്തായാലും നമ്മൾ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുക. കള്ള് കഴിക്കണമെന്ന് ഞാനൊരിക്കലും പറയില്ല, പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇവിടുത്തെ ഞങ്ങൾ വാങ്ങിയ ഫുഡിൻ്റെയും അതുപോലെ കള്ളിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോട്ടയത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷാപ്പിലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അതുപോലെ നല്ല കള്ളുമാണ്. നമ്മുടെ നല്ല കള്ള് കിട്ടും. അത്രത്തോളം കൊള്ളാവോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ കള്ള് നമ്മൾ കഴിച്ച കള്ള് നല്ല കള്ള് തന്നെയാണ്. അതുപോലെ ഫുഡും ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി മറ്റു വിളി കടന്നിരിക്കും. ഇത് വിഷ്ണു സൈനിങ് ഓഫ്. ബൈ. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നുപോയി. ഇത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചേർന്ന് തന്നെ പഞ്ഞിക്കിടും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം വൈക്കം റൂട്ടിൽ നിങ്ങൾ ഗൂഗിളിൽ ഷെഫ് നളൻ്റെ കള്ള് ഷാപ്പ് എന്നടിച്ച് നോക്കിയാൽ മാത്രം മതി. കറക്റ്റ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിക്കും.